പാറക്കടവ് ശിഹാബ് തങ്ങൾ ഡയാലിസിസ് സെന്റർ സംഘടിപ്പിച്ച സ്നേഹസംഗമം വേറിട്ട അനുഭവമായി. ഇവിടെ നിന്ന് ഡയാലിസിസ് ചെയ്യുന്ന രോഗികളും അവരുടെ ബന്ധുക്കളും മാട്ടൂൽ പെറ്റ് സ്റ്റേഷനിൽ എത്തി ഒരു ദിവസം മുഴുവൻ ആടിയും പാടിയും ആഘോഷമാക്കി. മനോഹരമായ സംഗീത വിരുന്നും വൈവിധ്യങ്ങളായ കലാപരിപാടികളും സംഗമത്തെ വേറിട്ടതാക്കി. ഡയാലിസിസ് സെന്റർ ചെയർമാൻ MP അബ്ദുള്ള ഹാജി ഉദ്ഘാടനം ചെയ്തു. ട്രഷറർ അഹമ്മദ് പുന്നക്കൽ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സൂപ്പി നരിക്കാട്ടേരി സ്വാഗതം പറഞ്ഞു. മാട്ടൂൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഫാരിഷ ടീച്ചർ മുഖ്യാതിഥിയായി. നാദാപുരം അർബൻ ബാങ്ക് ചെയർമാൻ MK അഷ്റഫ്, KSTU ജില്ലാ സെക്രട്ടറി മണ്ടോടി ബഷീർ, ഡയാലിസിസ് സെന്റർ മാനേജർ അജ്നാസ് എന്നിവർ സംസാരിച്ചു. സംഗീത വിരുന്നിന് ഫസൽ വെള്ളായിക്കോട്, മുംതാസ് കണ്ണൂർ, അഫ്സൽ എന്നിവർ നേതൃത്വം നൽകി. ഡയാലിസിസ് സെന്റർ ജീവനക്കാരുടെ ഒപ്പനയും മോണാക്ട്, ഡാൻസ് എന്നിവ അരങ്ങേറി. നമുക്ക് 46,78,00,000 രൂപ വെറും 6 ദിവസം കൊണ്ട് പിരിപ്പിച്ചെടുക്കാൻ സാധിച്ചത്. അതൊരിക്കലൊരു നമ്മുടെ കഴിവെന്ന് നമ്മൾ പറയില്ല. അന്ന് നമുക്ക് നൽകിയ സ്നേഹമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഇങ്ങോട്ട് ഏത് കാര്യത്തിനും ആരോട് എന്ത് ചോദിച്ചാലും നമുക്ക് കൈ നിറയെ തരാറുണ്ട്. അതേപോലെ തന്നെയാണ് നമ്മുടെ CS സെന്റർ കാര്യം പറയുകയാണെങ്കിൽ എന്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങളോട് CHനെ പറ്റിയിട്ടോ CS സെന്ററിനെ പറ്റിയിട്ടോ അവിടെ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളെ പറ്റിയിട്ടോ പറയേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളൊക്കെ അത് അനുഭവിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള സംഗമങ്ങൾ സംഘടിപ്പിക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഇത്തരത്തിലുള്ള പോഷക സംഘടനകൾക്ക് സാധിക്കൂ എന്നുള്ളതും വലിയ കാര്യം തന്നെയാണ്. കാരണം ഇവിടെ നമ്മൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രോഗികൾക്ക് വേണ്ടിയിട്ടൊക്കെ ഓരോ ദിനം ആചരിക്കാറുണ്ട്, ഗവൺമെന്റ് തലത്തിൽ ആചരിക്കാറുണ്ട്. എന്നാൽ അതൊക്കെ ഒരു മാട്ടിക്കൂട്ടലായിട്ട് മാറുന്ന കാലഘട്ടത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ ഇത്രയും അധികം ചേർത്ത് പിടിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു ഉല്ലാസയാത്ര, അതുപോലെ ഇത്രയും ദൂരം വന്ന് നിങ്ങൾക്ക് ഒരു ചെറിയൊരു സമയം, ഒരു ദിവസം തരാൻ ഇവര് കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് തന്നെയാണ് വലിയത്. കാരണം ഈ ഭൂമി മലയാളത്തിൽ ജീവിക്കാന് നമുക്ക് ആരുടെ ഒന്നും വേണ്ട, നമുക്ക് ഇങ്ങനെ ജീവിച്ചു പോവാം. പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു കാര്യം എന്താണെന്നറിയോ? ഒരു നല്ല മനുഷ്യനായിട്ട് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള ഒരാളായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. അതിനെല്ലാവർക്കും സാധിക്കൂല. ചിലപ്പോൾ നമുക്ക് പലരും പല രീതിയിൽ സഹായങ്ങൾ തരാം. ചിലപ്പോൾ നമുക്ക് പൈസ കൊണ്ട് സഹായിക്കുന്നവരുണ്ടാവും, നല്ല വാക്കുകൊണ്ട് പറയുന്നവരുണ്ടാവും. എന്നാൽ അതിനെല്ലാം